ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും കൂടിയിട്ട് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകണം കേട്ടോ. നമ്മൾ ഏകദേശം ചെയ്തിട്ടുണ്ടായിരുന്ന വിഷുവിന് മുമ്പായിട്ട് ഒരാഴ്ച മുമ്പായിട്ടാണ് ക്ലീനിങ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഒന്നര മാസമൊക്കെ ആയില്ലേ. അപ്പോൾ ഒന്നും കൂടി നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ബോറടിക്കണേ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോവാം. നമ്മുടെ സബ്സ്ക്രൈബൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീനിങ് വീഡിയോ ഒക്കെ എന്തായാലും ഇടണം, ഇനിയും ഇടണം എന്നുള്ളതൊക്കെ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ക്ലീനിങ് വീഡിയോ ഇടൂ എന്നുള്ളതൊക്കെ. അപ്പോൾ അവൻ്റെ കമൻറ്റിൻ്റെ അവൻ്റെ അഭിപ്രായത്തിന് മാനിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആരെങ്കിലും ബോറടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകാം, ഒരു കുഴപ്പമില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ വീഡിയോ കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ലിവിങ്ങും ഡൈനിങ് കൂടിയിട്ട് ഒറ്റ ഒരു എൽ ഷേപ്പിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കാം. നമ്മൾ അത്യാവശ്യമൊക്കെ ജനലിലൊക്കെ വാറാലൊക്കെ വന്നിട്ടൊക്കെ ഉണ്ട്. ഞാൻ വിചാരിച്ചു ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, ഓക്കെ അപ്പോൾ അത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പൊതുവെ എല്ലാവരും റിപ്പീറ്റ്ലി ഒരുപാട് എന്താ പറയുക, ഇടയ്ക്കിടയ്ക്കൊക്കെ വീട് വൃത്തിയാക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. അപ്പോൾ വൃത്തിയാക്കുന്നതാണ്, ഓരോരോ സെക്ഷനായിട്ടൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നവരാണ്. നമ്മുടെ ക്ലീനിങ് വീഡിയോ ഇഷ്ടമുള്ളത് കൊണ്ടാണ് നമ്മൾ ചെയ്യുമ്പോഴൊക്കെ വീഡിയോ ആയിട്ട് ഇടുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിട്ട് തന്നെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം, ക്ലീൻ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഞാൻ എൻ്റെ ക്ലീനിങ്ങിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ആദ്യം തന്നെ എടുത്തിട്ട് വരാം കേട്ടോ. വെയിറ്റ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഈ സംഭവം നിങ്ങൾക്ക് അറിയായിരിക്കും, നമുക്കിങ്ങനെ പൊടിയൊക്കെ ഇങ്ങനെ തട്ടാം, എല്ലാം പൊടി തൊട്ടത് തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതാന്നിട്ട് നമുക്ക് ഒരുപാട് ഹൈറ്റിലൊക്കെ ഉള്ള വാറാലയൊക്കെ തട്ടിവിടാം. ഈ രണ്ടും സെയിം പ്രോസസ്സിന് യൂസ് ചെയ്യാം, പക്ഷേ എനിക്കൊന്നും കൂടി ഈ ബ്ലൂ സാധനമാണ് കുറച്ചും കൂടി ഈസി. ഓക്കെ, ചൂല് വന്നിട്ട് നമുക്ക് താഴെയുള്ളതും മേലെയുള്ളതും എല്ലാവിടെ ഉള്ളതൊക്കെ തട്ടിവിടാം. നമുക്ക് എങ്ങനെയാണോ ഈസി എല്ലാവിടെ അതിനനുസരിച്ച് യൂസ് ചെയ്യാം. പിന്നെ വന്നിട്ട് ഈ ഒരു ബ്രഷ്. ഓക്കെ, ഇത് നമ്മൾ പെയിൻ്റ് അടിക്കുന്ന ബ്രഷാണ്. ഇത് വന്നിട്ട് എനിക്ക് ഈ ജനാലിൻ്റെ ഇടയിലൊക്കെ ഉള്ളത്, നമുക്ക് വിൻഡോൻ്റെ ഇടയിലൊക്കെ ഉള്ളതൊക്കെ നമുക്കിങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അവിടെ മാത്രമല്ല, മാക്സിമം നമ്മൾ സ്റ്റാൻഡൊക്കെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ കുറച്ചും കൂടി ഈസിയാണ് കേട്ടോ എനിക്കിത്. അപ്പോൾ ഞാൻ ഇതാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇടയിലുള്ളതൊക്കെ ഓരോക്കെ ഇങ്ങനെ നന്നായിട്ട് കോർണർ ഏരിയ ഒക്കെ ക്ലീനായി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പോൾ ക്ലീൻ ചെയ്യാം. കം ഓൺ ഗൈസ്. നമുക്ക് ആദ്യം ഇത് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, മേലെയുള്ള വാരാലൊക്കെ ഉണ്ടെങ്കിൽ അത് തട്ടിവിടാം. ഞാൻ പൊതുവേ ചെയ്യുന്നത് അങ്ങനെയാണ്. ഏറ്റവും മേലെ ടോപ്പിൽ എന്തൊക്കെയാണ് പൊടികളുള്ളത് അതൊക്കെ ഒന്ന് തട്ടി താഴോട്ടേക്ക് ഇറക്കിയിട്ട് താഴോട്ടേക്കാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ ലാസ്റ്റ് നമ്മൾ നിലം ഫ്ലോർ ക്ലീൻ ചെയ്യാറ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് ആദ്യം മേലേക്ക് ഒന്ന് തട്ടിവിടാം. അപ്പോൾ ഞാൻ ആ ഭാഗങ്ങളിലൊക്കെ ഒന്ന് പൊടി തട്ടി വിടുകയാണ്. നമ്മളെപ്പോഴും ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പൊതുവേ ഞാനിങ്ങനെ തന്നെയൊക്കെയാണ് ചെയ്യുന്നത്. ഞാൻ എന്തൊക്കെയാണ് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, എന്തെങ്കിലുമൊക്കെ പറയേണ്ടതായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഇപ്രാവശ്യം ക്ലീൻ ചെയ്യണം കേട്ടോ. ഇന്ന് പിന്നെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ ലാസ്റ്റായിട്ട് ഇട്ടുണ്ടായിരുന്നത് വിഷുവിന് ക്ലീനിങ്ങിനായിരുന്നു. അപ്പോൾ എല്ലാവരും സൺഡേ ആയിരുന്നു, എല്ലാം ലീവായിരുന്നു. പിന്നെ കുറച്ചും കൂടി നമുക്ക് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനുണ്ട്. ഞാനാണെങ്കിൽ ഞാൻ ഓരോ ഭാഗങ്ങളും ഓരോ ഗ്യാപ്പിലൊക്കെ ആയിരിക്കും ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കുക കേട്ടോ. വിഷു ആകുമ്പോൾ നമ്മൾ മൊത്തത്തിലൊന്ന് ക്ലീനിങ് നടത്തുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അന്ന് എല്ലാവരും ഉണ്ടായിരുന്നത്. പിന്നെ ഇന്ന് ഞാനൊരു വർക്കിംഗ് ഡേ ആണ്, എല്ലാവരും വർക്കിന് പോയി, ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യണം കേട്ടോ. അത്യാവശ്യം നമ്മളിങ്ങനെ ഹാളും ഭാഗങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം. അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ഓർത്തത് ഞാൻ മാസ്ക് ഇട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം. ഓക്കെ, ഈ ജനാലിൽ ഇങ്ങനെ പൊടി തട്ടുമ്പോഴാണ് എനിക്ക് എൻ്റെ മുഖത്ത് തെറിക്കുന്നുണ്ടായത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഞാൻ മാസ്ക് ഇട്ടില്ലല്ലോ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ എനിക്ക് ഈ മാസ്ക് ഇടുമ്പോൾ വലിയ പ്രശ്നമില്ല. ആദ്യമൊക്കെ ഞാൻ മാസ്ക് ഇടാണ്ടൊക്കെയായിരുന്നു ചെയ്യാറുള്ളത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബൊക്കെ മറ്റുണ്ടെങ്കിൽ മാസ്ക് ഇട്ടിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ബ്രഷ് വെച്ചിട്ടാണ് ഇങ്ങനെ ജനാലിലൊക്കെ തട്ടിവിടുന്ന ആ കമ്പികളിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഭയങ്കര പൊടിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തട്ടി പോകുന്നതുള്ളത്. അപ്പോൾ ഇത് കുറച്ചും കൂടി എനിക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസിയാണ്. അല്ലാതെ വേറെ സംഭവങ്ങൾ വെച്ച് നമുക്ക് പൊടിയൊക്കെ തട്ടാം, പക്ഷേ എനിക്ക് കുറച്ചും കൂടിയിട്ട് ആ ഒരു കോർണർ ഏരിയ ഒക്കെ ഉണ്ടാവും. ചെറിയ കോർണർ ഏരിയ ഒക്കെ ഒരു മുക്കുമൂലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊന്ന് തട്ടിവിടാനൊക്കെ എനിക്ക് ബ്രഷ് കൊണ്ടാണ് കുറച്ചുകൂടി ഹെൽപ്പ് ചെയ്യുക കേട്ടോ, ഈ ജനാലയൊക്കെ. ഓക്കെ, അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് തട്ടിവിടുക. പിന്നെ നമ്മൾ ഈ മിഷ്യൻ്റെ ഒക്കെ റൂമിലൊക്കെ മിഷ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ മിഷ്യൻ്റെ പൊടി വീഴുമല്ലോ. അപ്പോൾ മിഷ്യനിലൊക്കെ മുക്കുമൂലയിലൊക്കെ തട്ടിവിടാനൊക്കെ ഈ ബ്രഷായിരിക്കും കുറച്ചും കൂടി ഈസി ആയിരിക്കും തോന്നാറുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ജനാലകളൊക്കെ ഒന്ന് തട്ടിവിടുകയാണ്. ആദ്യം നമ്മൾ മേലെയുള്ള വാറാലയൊക്കെ ഉള്ളതൊക്കെ ഒന്ന് തട്ടിവിട്ടുണ്ടായിരുന്നു. വാറാലൊക്കെ വളരെ കുറവായിരിക്കും, അങ്ങനെ ഉണ്ടാവില്ല.
അവിടെയൊക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മൾ ഈ ചുമരിലൊക്കെ കുറച്ചിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ആ ലൈറ്റ് ഇടുമ്പോൾ മാത്രമേ അത് കാണുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അറിയില്ല. നമ്മൾ കാര്യമായി നോക്കുമ്പോൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിവിട്ടതിന് ശേഷം ജനാലൊക്കെ ഒന്ന് തട്ടി വിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു ഭാഗത്തുള്ള ജനാല മാത്രം തട്ടിവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബാക്കിയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അത് നമുക്ക് മേലെയും താഴെ കയറി നിന്നിട്ടൊക്കെ വേണം ചെയ്യാൻ. ഓക്കെ. പിന്നെ ആ ഒരു ഭാഗത്ത് നമ്മുടെ ആ ഒരു സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വേറെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാനുണ്ട്. അതിലൊന്നും വലിയ പൊടിയൊന്നുമില്ല, എന്നാലും ഞാനത് നീറ്റാക്കി എടുക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിൽ ഇതുപോലെ കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നമുക്ക് കാണാനൊക്കെ ഭംഗിയാണ്. പക്ഷെ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കര പാടാണ് കേട്ടോ. കുറേ പേര് ഈ ഒരു ചെടികളൊക്കെ ഉള്ളിൽ വെക്കുന്നുണ്ട്, ഒറിജിനലായിട്ടുള്ള ചെടികളൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് കേട്ടോ എനിക്ക്. എങ്ങനെ പറ്റുന്നത്? എൻ്റെ വീട്ടിലൊക്കെ നല്ല രീതിക്ക് ഉള്ളിലൊക്കെ പൊടിയൊക്കെ കയറുന്നുണ്ട് കേട്ടോ. നമ്മൾ വേനൽക്കാലമാകുമ്പോൾ കാറ്റുകാലമൊക്കെ ആകുമ്പോൾ നല്ല രീതിക്ക് കാറ്റ് വീശിയിട്ടൊക്കെ പൊടിയൊക്കെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. അതെന്താണെന്നൊന്നും അറിഞ്ഞുകൂടാ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അങ്ങനെയാണോ? അപ്പോൾ എങ്ങനെയാണ് കുറേ പേര് ഈ ഭയങ്കര വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ചിട്ട് സാധനങ്ങളും കുറേ അങ്ങനെ ഒരു ഭംഗിക്കൊക്കെ നല്ല അത്യാവശ്യം റേറ്റുള്ള സാധനങ്ങൾ അങ്ങനെ വെച്ചിട്ട് അതെങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നുള്ളത് എനിക്ക് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നൊന്നും അറിയില്ല. ഓക്കെ. അപ്പോൾ നമ്മുടെ പണിയിലേക്ക് വരാം. അപ്പോൾ ഞാൻ ജനാലിൻ്റെ ഒരു താഴ്ഭാഗത്ത് പൊടി തട്ടുകയാണ് കേട്ടോ. ഞാൻ എപ്പോഴും, അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ഞാൻ മേലെ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടാണ് പൊടികളൊക്കെ തട്ടിയെടുക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മൾ ഈ പൊടി തട്ടുന്ന സമയത്ത് എനിക്ക് ഒറ്റയ്ക്കാകുമ്പോൾ കൂടുതൽ സമയം എടുക്കും കേട്ടോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ കുറച്ച് സംസാരമൊക്കെ സംസാരിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടായിരിക്കും ഞാൻ എന്താ പറയുക വീഡിയോ ഒക്കെ എടുക്കണം, നമുക്ക് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നത്. നമുക്ക് രസമായിരിക്കും. പക്ഷെ ഒറ്റയ്ക്കാകുമ്പോൾ ഒരു മടുപ്പായിരിക്കും. എനിക്കാണെങ്കിൽ ഞാൻ മെല്ലെ ചെയ്യാൻ ഇഷ്ടമല്ല, വേഗം ചെയ്ത് തീർക്കാനാണ് ഇഷ്ടം. ഒറ്റയ്ക്കായതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ പിന്നെ ജനാലിലൊക്കെ ഒന്ന് തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഡോറിൽ കേട്ടോ, ഡോറിൻ്റെ ആ ഒരു ബാക്ക് സൈഡ് ചെറിയൊരു കോൺ ഭാഗങ്ങളിലൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ പൊടി നിൽക്കുന്നുണ്ടാവും. എന്തായാലും തട്ടി വിട്ടേക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ ഞാൻ തട്ടി വിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഫാനിലൊക്കെ പൊടികൾ തട്ടി വിടാറുണ്ട്. ഓക്കെ. ഈ ഒരു സംഭവം വെച്ചിട്ടാണ് ഫാനിൽ പൊടി തട്ടി വിടുന്നത്. ഒന്നില്ലെങ്കിൽ ലാഡർ വെച്ചിട്ട് ഞാൻ മേലെ കയറിയിട്ട് നമ്മൾ തുണി യൂസ് ചെയ്തിട്ടോ വെച്ചിട്ടേക്ക് തട്ടി വിടുക, കുറച്ച് കൂടുതൽ പൊടി ഉണ്ടെങ്കിൽ. ഇത് തൊട്ട് അത്രയൊന്നും പൊടിയില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇതുകൊണ്ട് വെച്ചിട്ടാണ് തട്ടുന്നത്. ഇത് വെച്ചിട്ട് തട്ടിയുടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് കിടന്നിട്ട് ഫാനും ഒന്നാമത് കറങ്ങും, ഈ ഒരു സംഭവം തിരിഞ്ഞുകൊണ്ടേയിരിക്കുക ആ സ്പോഞ്ച്. അപ്പോൾ നമുക്ക് തട്ടിയുടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും എനിക്ക് ലാഡർ വെച്ച് കയറാനൊന്നും വയ്യ, ഇച്ചിരി ഉള്ളു പൊടി. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങനെ മേൽഭാഗം ഒന്ന് തട്ടി വിടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി വിട്ടു. പിന്നെ നമുക്ക് ആ ഒരു ടിവിൻ്റെ ഒരു ഭാഗം, ആ സ്പീക്കറിലൊക്കെ ഓൾറെഡി ആ ഒരു ഭാഗം നമ്മൾ തട്ടി വിട്ടതാണ് കേട്ടോ. നമ്മൾ വൈഫൈ വെച്ച സമയത്ത് അതിൻ്റെ കണക്ഷനൊക്കെ എടുക്കുമ്പോൾ അപ്പുറത്തെ സൈഡാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അപ്പം തന്നെ ആ പൊടികളൊക്കെ കുറച്ചൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവിടെ എന്താ പറയുക, ഫിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ പൊടികളൊക്കെ തൂളിയിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ അപ്പം തന്നെ നമ്മൾ ക്ലീൻ ചെയ്താണ്. എന്നാലും ജസ്റ്റ് നമ്മൾ മേലെയൊക്കെ പൊടി തട്ടിയതല്ലേ ഇപ്പോൾ, അപ്പോൾ അതൊക്കെ താഴെ വീഴുമല്ലോ. അപ്പോൾ ഇന്ന് എന്തായാലും കുഴപ്പമില്ല, ഒന്ന് ക്ലീനാക്കി വെക്കാം എന്ന് കരുതി. ഓക്കെ. അപ്പോൾ ഞാനത് ഒന്ന് സെറ്റാക്കുകയാണ്. പിന്നെ ഒന്ന് തൊട്ട് ഇപ്പോൾ നല്ല മഴയാട്ടോ നമ്മുടെ വീട്ടിലല്ല, പൊതുവെ കേരളത്തിലും അല്ലാതെ ഭാഗങ്ങളിലൊക്കെ നല്ല മഴയാണ്. നല്ല രീതിക്ക് മഴ, എന്താ പറയുക, കാറ്റും മഴയും നമ്മുടെ നോൺ സ്റ്റോപ്പായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ കുറഞ്ഞു വരും. ഇടയിലൊക്കെ നമുക്ക് വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും കേട്ടോ. ഇപ്പുറത്തൊക്കെ നല്ല മഴയും കാറ്റും വെള്ളമൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. ഓക്കെ. അങ്ങനെ മഴ പെയ്ത് ഒന്ന് കുറയുമ്പോൾ പിന്നെ നല്ല രീതിക്ക് മഴ പെയ്തുകൊണ്ടേയിരിക്കുക. അങ്ങനെ കണ്ടിന്യൂ പെയ്തുകൊണ്ടിരിക്കണം, നിൽക്കുന്നേ ഇല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്, പേടിയുണ്ട്. എന്താ പറയുക, പ്രളയം കാര്യങ്ങളൊക്കെ വരുമോ, മണ്ണിടിച്ചിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും, പറയാൻ പറ്റില്ല. ഇവിടെ എന്താ സംഭവിക്കുന്നൊന്നും ദൈവം തമ്പുരാന് മാത്രം മനസ്സിലാവുള്ളൂ. നമുക്കൊന്നും പറയാനൊന്നും പറ്റത്തില്ല. എല്ലാവരും സേഫായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ. ഇനി നമുക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ താഴെ മേലെ എല്ലാ ഭാഗങ്ങളിലുള്ളതൊക്കെ തട്ടി വിട്ടതിന് ശേഷം നമ്മൾ താഴെ വീണതൊക്കെ ഒന്ന് അടിച്ച് ഒതുക്കിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ ഡൈനിങ് ഹാളും ആ ഒരു ലിവിങ് ഏരിയയും കൂടിയിട്ടാണ്, നമ്മുടെ ആ ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ ആ ഒരു ഹാള് നിൽക്കുന്നത്. നമ്മൾ അവിടേക്ക് ഒന്ന് തട്ടി വിടണം. ഓക്കെ. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ഈ ഒരു നമ്മുടെ കഥകളീൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു, അതൊന്നും തട്ടി വിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചത്. അതൊന്നും ജസ്റ്റ് ഒന്നിങ്ങനെ തട്ടി വിട്ടു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം കൂടിയിട്ട് അങ്ങനെ അടിച്ചെടുക്കാനുണ്ട് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഭാഗം മൊത്തത്തിലൊന്നിങ്ങനെ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളൊക്കെ ഒന്ന് നീങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ
ഒരു മുക്ക് ഏരിയയിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ താഴ്ഭാഗത്തൊക്കെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ അടിച്ചെടുക്കുക പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നുള്ളത് എൻ്റെ ആ റിംഗ് ലൈറ്റാണ് കേട്ടോ. ആ ഒരു ബ്ലാക്ക് കളർ കാണില്ലേ, അത് റിംഗ് ലൈറ്റ് ഞാൻ അതിൻ്റെ ഒപ്പം കിട്ടിയിട്ടുള്ള ഒരു കവർ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ബ്ലാക്ക് തുണി ആയതുകൊണ്ട് അതിൽ തന്നെ ഒരു പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ടൊന്ന് അടിച്ചൊന്ന് മാറ്റി എടുക്കാനുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഫുള്ളായിട്ടൊക്കെ ഒന്ന് അടിച്ച് വിട്ടിട്ടുണ്ട്. ഇനി പൊടികളൊന്നും നമുക്കൊന്നുമില്ല. ഇനിയുള്ളത് ഈ ദൈവത്തിൻ്റെ ഈ ഭാഗത്ത് നിന്ന് എന്താ പറയുക, നമ്മൾ വിളക്ക് വെച്ചിട്ട് ഇങ്ങനെ കരി ഇങ്ങനെ ആ ഒരു പുകയൊക്കെ ചുറ്റിട്ട് ഒരു കരി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ നിന്ന് പൊടികളൊന്നും വീഴാനൊന്നുമില്ല. അപ്പോൾ അതൊന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി ഒന്ന് തുടച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ തുടക്കി വെച്ച് എന്താ പറയും, ഈ നമ്മൾ വിളക്ക് കത്തിച്ചിട്ട് ആ ഓയിലും അതിൻ്റെ പുകയെ കൂടിയിട്ട് നല്ല ഡാർക്കായിട്ട് സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ പിടിച്ച് നിൽക്കണ്ടാവും കേട്ടോ. അതൊന്ന് ഇളക്കി കളയാന്ന് വെച്ച് കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒരു എന്താ പറയുക സോപ്പ് വെള്ളം ഇങ്ങനെ കുറച്ച് മിക്സ് ചെയ്തിട്ട് തുടച്ചെടുക്കുക കേട്ടോ. നനവ് കുറച്ച് ഒരുപാട് തട്ടാനും പാടില്ല, ലൈറ്റായിട്ടൊന്ന് വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുത്തു. ആ ഒരു ഭാഗം ഒന്ന് ക്ലീനാക്കി വെച്ചു. ഇനി നമുക്ക് സോഫയൊക്കെ ഒന്ന് മേലെ പൊടികളൊക്കെ വീണിട്ടുണ്ടാകും, മേലാകെ ഒരു പൊടി ഉണ്ടാകും. ഇനി സോഫ ക്ലീൻ ചെയ്യണതൊക്കെ സംഭവം വാങ്ങണം. മറ്റേ അങ്ങനെ പൊടികളൊക്കെ ഇടയിലുള്ളതൊക്കെ ഇങ്ങനെ വലിച്ചെടുക്കുന്നത് അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് വാങ്ങണമെന്നൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. മേലാകെ പൊടികളുണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഞാൻ ചെറിയൊരു നനവ് ക്ലോത്ത് ഒന്ന് നനവിൽ വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് വെള്ളമൊന്നുമില്ലാത്ത രീതിക്ക് പിഴിഞ്ഞിട്ട് ആ ഒരു ചെറിയൊരു ഓതത്തിൽ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുകയാണ് കേട്ടോ. ഇതിന് മേലെ കവറൊക്കെ ഇടണം, അങ്ങനെ സോഫ കവറൊക്കെ ഇടണമെന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഭംഗി കാണുമ്പോൾ അതിന് മേലെ ഇടണമെന്നും തോന്നുന്നില്ല. എന്തായാലും വാങ്ങണം. പിന്നെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ സെറ്റാക്കിയിട്ട് വരുന്നുള്ളൂ കേട്ടോ, ഓരോന്നിങ്ങനെ ചെയ്യാനുണ്ട്. ഓക്കെ, ഇനി ഇതിന് അതായത് സംഭവം എന്താണ്, ടീപ്പോയിൽ എന്തോ നമ്മൾ ബർത്ത്ഡേ സമയത്ത് മെഴുകൊക്കെ കത്തിച്ച് വെച്ചതിൻ്റെ കുരുക്കിറ്റൊക്കെ ഇങ്ങനെ ഒട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് ഡീപ്പായിട്ടൊന്ന് ക്ലീൻ ആക്കി വെച്ചു. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ കേട്ടോ, ഇത് വന്നിട്ട് ഞങ്ങൾ ഏകദേശം ഒരു 16 ഇയേഴ്സ് ആയിട്ടുണ്ടാവും കേട്ടോ ഈ ഒരു സംഭവം. ഈ ടേബിൾ വാങ്ങിയിട്ട് ഇതിൻ്റെ അപ്പം സ്റ്റൂളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കേട് വന്ന് പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചെയറാണ് യൂസ് ചെയ്യുന്നത്. സോഫ വാങ്ങിയതിന് ശേഷം നമുക്ക് ചെയർ പിന്നെ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്ന അവിടെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സംഭവം ടേബിൾ നല്ല കളറൊക്കെ ഇളകിയിട്ടൊക്കെ ഡാമേജാണ്. അതിന് മേലെ ഷീറ്റ് ഇട്ടിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കൊരു ഡൈനിങ് ടേബിളൊക്കെ ഒന്ന് മാരേജ് ആകുമ്പോഴൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ പുറത്തോട്ടേക്ക് പോകും. ഓക്കെ, അപ്പോൾ അതുവരെയ്ക്ക് ഇരുന്നോട്ടെ എന്ന് വിചാരിക്കുന്നത്. നമ്മൾ വീട് കെട്ടിയതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ടാകും. നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഓരോന്നും മെല്ലെ താമസിച്ചുകൊണ്ട് മാത്രമേ അവർ ഓരോന്നും ചെയ്യത്തുള്ളൂ. പിന്നെ നമ്മൾ ഈ ഒരു വാഷ് ബേസും പോലും റീസെൻ്റ് നമ്മളൊരു കൊല്ലം ഏകദേശം ആയിട്ടുണ്ടാവും തോന്നുന്നു, ഒരു കൊല്ലം ആവുന്നുള്ളൂ കേട്ടോ. ഇനി ഒരു 2 മാസം കൂടി ആയാലേ നമ്മൾ ഒരു കൊല്ലം ആവുള്ളൂ. വീട് ഞങ്ങൾ താമസം ഇരുന്നതിന് ശേഷം ഒരു 2 years കഴിഞ്ഞിട്ടാണ് ഈ സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോ നമുക്ക് സ്റ്റെപ്പായി ഓരോന്ന് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. ഇപ്പോൾ എല്ലാ വീടുകളിലും എല്ലാ ആൾക്കാരും ഒട്ടുമിക്ക ആൾക്കാരും എങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ അത്യാവശ്യം ഒന്ന് ഒരുക്കങ്ങളൊക്കെ ആയതിന് ശേഷം നമ്മൾ താമസിക്കും, പിന്നെ ഓരോന്നോരോന്ന് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഒന്ന് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചു വൃത്തിയാക്കി വെക്കുന്നുണ്ട്. വാഷ് ബേസ് പെട്ടെന്ന് എന്താ പറയുക കളർ പിടിക്കും, നമ്മൾ അപ്പം കഴുകണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭംഗി ആ ഒരു ഗ്ലോ ആയിട്ടുണ്ടാവുമല്ലോ, ഒരു ഷൈനി ആയിട്ടുണ്ടെന്നൊക്കെ സംഭവം പോകട്ടെ. അപ്പോൾ അപ്പം കഴുകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. എന്നാലും പൊടി തട്ടിയ സ്ഥിതിക്ക് ഞാൻ ഒന്നും കൂടി കഴുകാം എന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കഴുകി കഴിഞ്ഞു. ഇനി വന്നിട്ട് നമുക്ക് തുടച്ചെടുക്കുക, ടൈൽസൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് തുടച്ചെടുക്കുക ഉള്ളൊരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. ഏകദേശമൊക്കെ എല്ലാ പണികളും കഴിഞ്ഞു. പക്ഷെ നമ്മൾ എത്ര തന്നെ ഈ അടിച്ച് വാരിയാൽ ഡീപ്പായിട്ട് നീറ്റായിട്ടൊക്കെ പതുക്കെ പൊടികളൊക്കെ നോക്കി അടിച്ച് വാരിയാലും എന്നാലും ഈ തുടയ്ക്കാൻ നിൽക്കുമ്പോൾ നല്ല പൊടികളൊക്കെ അവിടെ ഉണ്ടാവും. അത് എവിടെ നിന്നൊക്കെ ഈ പൊടികളൊക്കെ ഇങ്ങനെ പറ്റിപ്പിടിച്ച് വരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അത് നിങ്ങൾക്കും അങ്ങനെ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പിന്നെ ഇത് വന്നിട്ട് മോപ്പ് വന്നിട്ട് സാധാരണ മോപ്പാണ്, അതുകൊണ്ട് ഇങ്ങനെ പൊടികളൊന്നും ഇങ്ങനെ പറ്റിപ്പിടിച്ച് നിൽക്കത്തില്ല, അങ്ങനെ അത് എടുക്കത്തില്ല. പിന്നെ കുറച്ച് എക്സ്പെൻസീവായിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ ആ പൊടികളൊക്കെ ചേർന്ന് അങ്ങനെ വൃത്തിയായിട്ട് വരും. ഇതിലങ്ങനെ നോർമലാണല്ലോ, നമ്മൾ നോർമലാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അങ്ങനത്തേക്ക് വാങ്ങണമെന്നൊക്കെ ഉണ്ട്, അത് കുറച്ച് എക്സ്പെൻസീവാണ്, വാങ്ങണമെന്നൊക്കെ ആഗ്രഹമുണ്ട്.
ഓരോന്നോരം നമുക്ക് സ്റ്റെപ്പായി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് ടേബിളൊക്കെ ഒന്ന് മാറ്റിയിട്ട് തുടയ്ക്കുന്നുണ്ട്. ടേബിൾ ഉണ്ടാകുമ്പോൾ നമുക്ക് തുടയ്ക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. എനിക്ക് ആ മൊക്കിലൊക്കെ ഭയങ്കര തുടയ്ക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതാണ് ഈ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് എടുത്ത് തുടയ്ക്കാനൊക്കെ. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് തുടച്ച് എടുത്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമുക്ക് ടി വി ഉണ്ടല്ലോ ഒന്ന് തുടയ്ക്കാനുണ്ട് കേട്ടോ. ടി വിക്ക് തുടയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പ്രേ ഉണ്ട്. അത് നമ്മൾ ലാപ്ടോപ്പ്, കണ്ണാടി, അങ്ങനെയുള്ള സംഭവമൊക്കെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ. ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ. അപ്പോൾ അത് ഫോണും നമുക്ക് ക്ലീൻ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒരു സ്പ്രേ ആണ്. അമ്മ ഈ സ്പെക്സ് എന്താണ് ഈ ഒരു പവറിൻ്റെ സ്പെക്സ് അമ്മ വെക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നാണ്. പിന്നെ അമ്മ ഒന്നും കൂടി പുതിയത് വാങ്ങി. അപ്പോൾ ഇത് ഞങ്ങൾ ഇങ്ങനെ ടി വി ഒക്കെ തുടയ്ക്കാൻ വേണ്ടി എടുക്കുക കേട്ടോ. നല്ല ടെസ്റ്റ് ഉണ്ട്, നല്ല രീതിക്ക് അഴുക്കുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഇങ്ങനെ തുടച്ചെടുക്കുന്നത്. നന്നായി നീറ്റായിട്ട് ആ അഴുക്കളൊക്കെ നന്നായിട്ട് ഇളകി വരും കേട്ടോ. ഇങ്ങനെ തുടച്ച് വരുമ്പോൾ ആ താഴെ എത്തുമ്പോൾ അതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ സമയം എടുത്തിട്ടാണ് തുടച്ചെടുക്കുന്നത്. പിന്നെ ഒരുപാട് നമ്മൾ പ്രഷർ ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞാൽ ടി വി കംപ്ലൈൻറ്റ് വന്നല്ലേ. ടി വി ഓൾറെഡി കേടാവാറായി നിൽക്കുന്നുണ്ട്. ഓരോ കളറും ഓരോ ഭാഗത്ത് രണ്ടിങ്ങനെ ലൈറ്റായിട്ടൊരു ഷെയ്ഡ് അടിക്കുന്നുണ്ട്. മാറ്റണം. നമുക്ക് ആൻഡ്രോയിഡൊക്കെ ആക്കണം. ഓക്കെ, ആൻഡ്രോയിഡ് ടി വി ഒന്നുമല്ല, അപ്പോൾ ആൻഡ്രോയിഡൊക്കെ ആക്കണം. സൈസും കുറച്ച് വലുതാക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ ഈ ഒരു വാഷ് ബേസിൻ്റെ അവിടെയുള്ള മിററും ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അത് ഞാൻ നോർമലായിട്ടുള്ള വാട്ടറും ഇത് വെച്ചിട്ടാണ് തുടയ്ക്കുന്നത് കേട്ടോ. ഇതിലൊക്കെ ആ സ്പ്രേ യൂസ് ചെയ്തതിന് എവിടെ തികയില്ല, തീർന്നു പോകും. അതുകൊണ്ട് ഞാൻ വേറെ എന്തോ വെച്ചിട്ടാണ് ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നീറ്റാക്കി ഒരു ഭാഗം കഴിഞ്ഞു. ഇനി നമുക്ക് ടേബിളൊക്കെ ഒരു ഭാഗത്തേക്ക് ഒതുക്കി വെക്കാം കേട്ടോ. ഈ ഒരു ഭാഗത്തൊക്കെ ഡ്രൈ ആയി. ഞാൻ ഈ തുടയ്ക്കുമ്പോഴൊക്കെ ഫാനൊക്കെ ഫുള്ളിടും കേട്ടോ. മഴയാണ് എന്നാലും ഫാൻ ഇട്ടിട്ട് ഉണങ്ങുമല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങും. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങുമ്പോൾ നീറ്റായിട്ട് ഉണങ്ങും. അല്ലെങ്കിൽ ഒരു മാതിരി അവിടെ കളറായിട്ട് പിടിച്ച് നിൽക്കും കേട്ടോ. ആ വെള്ളം നിൽക്കുന്ന രീതിക്ക് അങ്ങനെ ഒരു വെള്ളം നിന്നതിൻ്റെ ഒരു അടയാളം പോലെ ഒരു സംഭവം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഫൈനൽ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണല്ലേ. നമ്മൾ പൊടി പിടിച്ച് കിടക്കുകയാണെങ്കിൽ പൊടി പറഞ്ഞാൽ അങ്ങനെ ഇല്ല. പക്ഷെ നമ്മളങ്ങനെ പൊടികളൊക്കെ ഒന്ന് തട്ടി തുടച്ച് വൃത്തിയാക്കി വരുമ്പോൾ ഒന്ന് കാണാനൊരു പ്രത്യേക ഒരു ഭംഗിയായിരിക്കും അല്ലേ. നമ്മളെ കൃഷ്ണനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ടി വി സ്റ്റാൻഡ്, ഈ ടി വി സ്റ്റാൻഡ് പഴയതാണ് കേട്ടോ. ഇതിന് മേലെ രണ്ട് സൈഡിൽ കൂടെ ഇങ്ങനെ ഒരു ഇതും കൂടി ഉണ്ടായിരുന്നു, ഒരു റാക്കും കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്തു. അതൊക്കെ ഒരു ഓൾഡ് മോഡലായതുകൊണ്ട് നമുക്ക് ഈ സൈഡൊക്കെ ഇരുന്ന ടി വി കാണാനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ അതൊക്കെ ഊരി മാറ്റിയിട്ട് താഴത്തെ പോർഷൻ മാത്രം വെച്ചിട്ട് ടി വിനെ നമ്മൾ ചുമരിലേക്ക് ഫിക്സ് ചെയ്യാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതും കാണാനൊക്കെ കുറച്ച് ഭംഗിയല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. അത് നമ്മുടെ ലിവിങ് ഏരിയ ഒക്കെ ഒരു എൽ ഷേപ്പിലാണ് കേട്ടോ. നമുക്ക് ഹാളിൽ നിന്ന് കയറുമ്പോൾ തന്നെ, ഡോറിൽ നിന്ന് കയറുമ്പോൾ തന്നെ രണ്ടും ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെ വന്നിട്ട് നമ്മുടെ ഒരു സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്താണ് കേട്ടോ. ഇത് അനിയെ ഇടയ്ക്ക് വാങ്ങിയിട്ടുള്ള വണ്ടിയാണ്. ഓക്കെ, ഇത് റിമോട്ടിൽ ഓടുന്നതാണ് കേട്ടോ. പിന്നെ ഇതെൻ്റെ ഒരു ഫോട്ടോ. പിന്നെ ഇത് വന്നിട്ട് ഇങ്ങനെ ഡ്രോയിങ് ചെയ്തതാണ് കേട്ടോ. നമ്മൾ ഈ ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്ന് ഇങ്ങനെ വരയ്ക്കില്ല, എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലതാണ്. ഇത് ഞാൻ എൻ്റെ ഏട്ടനും അനിയനുമാണ് കേട്ടോ. ഞങ്ങൾ 3 പേരുമാണ്. ഞങ്ങളുടെ ഞാനൊക്കെ ഒരു 5ൽ പഠിക്കുമ്പോഴോ അങ്ങനെ എന്തുള്ളൊരു ഫോട്ടോ ആണ് തോന്നുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ഫൈനൽ. എൻ്റെ വീട് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. ആ ഡോറിൻ്റെ അവിടെ നോക്കുമ്പോൾ ഇത് ഹാള്, അവിടെ ഡൈനിങ് ഏരിയ കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ സൈഡ് കണ്ടോ ഡൈനിങ് ഏരിയയും സ്റ്റെയറും കേട്ടോ മേലേക്ക് പോകാനുള്ളത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. വീഡിയോയ്ക്കായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ ബൈ.